ഹലോ, എല്ലാവർക്കും വീണ്ടും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോ ഞാനിങ്ങനെ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കുറേ ഒരു 8 വർഷം പഴക്കമുള്ള കുറേ സാധനങ്ങൾ ഞാനിങ്ങനെ പോയിട്ട് വെച്ചിട്ടുണ്ട്. അതായത് എന്നെ പറയുന്നത് മുന്നത്തെ ക്ലാസ്സിൽ സ്കൂളിൽ പഠിച്ചപ്പോഴത്തെ കുറേ സാധനമൊക്കെ ഞാനിങ്ങനെ പാത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 8 വർഷം മുന്നേ ഞാൻ പാത്ത് വെച്ച കുറേ സാധനം അപ്പൊ എടുത്തിട്ടൊരു 5 വർഷമായോ, ഒരു 4 വർഷം എന്നാണില്ലായിരിക്കും, 4 വർഷമായിരിക്കും. പക്ഷെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നല്ല സെക്യൂർഡ് ആയിട്ടുള്ള വലിയ പ്ലാസ്റ്റിക് കവറിനകത്തൊക്കെ ഇങ്ങനെ മൂടി പൊതിഞ്ഞൊക്കെ വെച്ചേക്കും. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇരിപ്പുണ്ട്. ഇന്ന് അതിന്റെ അൺബോക്സിങ് ആയിരിക്കും. കുറേ ഫയലും അതും വെച്ചേക്കുന്നത്. ചിലപ്പോൾ ഇത് കാണുമ്പോൾ ചിലവർക്കൊക്കെ ഓർമ്മ വരും കേട്ടോ. വല്ലതൊക്കെ എന്റെ കൂടെ പഠിച്ചവർക്ക് ചിലപ്പോൾ വല്ലതൊക്കെ ഓർമ്മ വന്നേക്കാം. ഞാൻ എന്നാണേലും തുറക്കട്ടെ. പഴയ ഈ സാധനമൊക്കെ ആരിലും ഓർക്കുന്നുണ്ടോ? പിന്നെ ഇത് ഇൻവെസിബിൾ പെനാണ്. ഇത് വെച്ചിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് ഇങ്ങനെ തെളിച്ച് ഇതെല്ലാം തെളിയോ? ഇല്ല, എല്ലാം പോയി. ഇത് വെച്ച് തെളിച്ച് നോക്കിയാൽ മാത്രമേ അത് വായിക്കാൻ പറ്റത്തുള്ളൂ. ഞാനും പറഞ്ഞ അന്നയൊക്കെ കൂടി ഇതിങ്ങനെ എഴുതിക്കൊണ്ട് നടക്കുമായിരുന്നു. ഞാനത് ഓർക്കുന്നുണ്ട്. അനന്തുവിന്റെ കയ്യിലൊക്കെ ഇത് കൊണ്ട് എഴുതി ഞാൻ ഓർക്കുന്നുണ്ട്. അതൊക്കെ ഓർക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അന്നത്തെ ഒരു മെയിൻ സാധനം ഞാൻ കാണിച്ചത്. ഞാൻ പറയാം. ക്ലാസ് നെയിം അനഘ മനോജ്, ക്ലാസ് 12, ഡിവിഷൻ S2D, ബയോളജി റെക്കോർഡ്, MGM NSS HSS. സൂര്യയുടെ നെയിം സ്ലിപ്പ്. ഇത് നമ്മുടെ കോളേജിലെ ഇതാ പോക്കറ്റ് ഏരിയ, കോളേജിലെ പോക്കറ്റ് ഏരിയ. ഇതിനകത്ത് ഞാൻ അനഘാമനോജ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ അനഘാമനോജ് എഴുതിയത് വെട്ടിയിട്ട് എന്നാ മേരി, ചാളമേരി, തവളക്കുഴി പിയോ പുതിയവട്ടം എഴുതിയതാണ് എന്തോ. ജിമെയിൽ ID chala@gmail.com. ബ്ലഡ് ഗ്രൂപ്പ് E നെഗറ്റീവ്. മെഡിക്കൽ ഡീറ്റെയിൽസ് മെന്റലി അബ്നോർമൽ, എമർജൻസി നമ്പർ 101. ഇതൊക്കെ ആരെഴുതി വെച്ചാണ്? ഇത് ആരാ എഴുതി വെച്ചത് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. എന്നാലും താങ്ക് യു. ഓക്കെ, അപ്പൊ ഇതാ കേട്ടോ. അങ്ങനെ ആരാണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. നന്ദിയുണ്ട്. പിന്നെ വേണ്ട, അയനെ എഴുതി വെച്ചിട്ടുണ്ട്. ഐ ലവ് യു അനഘമോൾ. ANAGHA മോൾ. ANKH ഐ ലവ് യു ശ്രീഗായ്. സിഗ്നേച്ചർ ഒക്കെ ഇട്ടിട്ടുണ്ട്. തിരിച്ചേ കാണത്തുള്ളൂ. എനിക്ക് ഇത് തിരിച്ച് കാണാൻ തോന്നുന്നു. ഞാൻ വീഡിയോ ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാവർക്കും കാണാം. എന്നെ ഇങ്ങനെ ഇതിലൊക്കെ എഴുതി അപമാനിക്കണമെങ്കിൽ ഒന്ന് ഗോറി ആയിരിക്കും, അല്ലെങ്കിൽ അശ്വിനായിരിക്കും. ഇവർ രണ്ടുപേര്. ഇതാണ് ഒപ്പാണ്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് എഴുതി വെച്ചിട്ടുണ്ട്. ഏതാണ്ട് മറ്റേ ഇതാ മാത്തമാറ്റിക്സ് ഏതാണ്ട് പഠിക്കേണ്ടത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇതൊക്കെ എഴുതി വെച്ച് കോപ്പി അടിക്കാൻ വല്ലതും ആയിരുന്നു. ഇതെന്താണ് എഴുതിയേക്കണ എന്നാ നോക്കണം. 10D. ഞാൻ 10Dയിലായിരുന്നു പഠിച്ചത്. ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേർന്നത്. അവിടുത്തെ അല്ലേ ഞാൻ ഇങ്ങനെ ഫയൽ പോലെ ആക്കി വെച്ചത്. നോക്കിയപ്പോ എന്ത് വൃത്തിയായിട്ട് ഞാൻ ഒരു സാധനം സൂക്ഷിക്കുന്നല്ലേ. എന്നെ സമ്മതിക്കണം. എന്റെ ദൈവമേ, ഇതിനകത്ത് ഞാൻ എഴുതി വെച്ചേന്നല്ലോ. ഞാൻ വാങ്ങിയത് ഐ തിങ്ക് when I was in 9th standard. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്നാ പറയട്ടെ അമ്മ? അതെ, അന്ന് ഞാൻ സൂര്യാപദം. പുതുവർഷത്തിൽ എന്നും അഭിവൃദ്ധിയും ആഹ്ലാദവും നിറയട്ടെ. ഓക്കെ, നിറയട്ടെ. പുതുവത്സര ആശംസകൾ. ഞാൻ അന്ന് സൂര്യയുടെ ഭയങ്കര വലിയ ഫാനാണ്. ഞാൻ ഇതിനകത്ത് കിട്ടുന്ന കുഞ്ഞു ബുക്ക്, ചിലപ്പോ ഹണി ഇത് കണ്ടു ഞാൻ ഹണിക്ക് മനസ്സിലാവുക. ഹണി എനിക്ക് കുറെ ബുക്കൊക്കെ വാങ്ങിച്ചു തന്നിട്ട്, സൂര്യയുടെ പാടമുള്ള കുറെ ബുക്കുകൾ, പിന്നെ സ്റ്റിക്കർ, അങ്ങനത്തെ സാധനമൊക്കെ എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ട്. ഇത് 9ലെങ്ങാണ്ട് വെച്ച് വാങ്ങിയത്, ഞാൻ തന്നെ വാങ്ങിയതാണ്. അത് ഞാൻ പാത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഈശ്വര, ഇത് എപ്പത്തെയാണെന്നറിയാമോ അമ്മ?
ഞങ്ങൾ ടൂറ് പോയതിന്റെ എന്നാ യാത്രാക്കുറിപ്പോ എന്നാ അതിന് പറയുന്നേ യാത്രാ വിവരണം. മാത്യു സാറിന് ഇത് കേട്ടാ മനസ്സിലാവും. മാത്യു സാറിന് മാത്രമേ ഞാൻ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഒക്കെ എടുത്തത് എന്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ. പയ്യന്മരത്തോട്ടത്തിൽ പോയപ്പോ ഏറ്റവും താഴെ ഒരു ചതുപ്പ് പോലെ നമ്മുടെ ഈ ദേവദൂതനകത്ത് കാണുന്ന ആ പുള്ളി മുങ്ങി പോണെ കൂട്ടൊരു സാധനം. ആ സാധനത്തിന്റെ അവിടെ ഒരു മരം, ഒരു ചില്ല പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. എന്റെ കാലിങ്ങനെ വേർക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി പക്ഷെ ചെരുപ്പ് കൈ പിടിച്ചോണ്ടാ പോയത്. എന്നിട്ട് എന്റെ കാല് തെന്നു ആ ഇലയിൽ ഇങ്ങനെ തട്ടുമ്പോഴത്തേന്. ഞാൻ നോക്കിയപ്പോ എല്ലാരും കൂടെ ആ ചതുപ്പിന്റെ ഫ്രണ്ടിലുള്ള ആ മരത്തിലോട്ട് വലിഞ്ഞു കയറും. എനിക്കാണെങ്കിൽ ചങ്കിടിക്കാൻ തുടങ്ങി. എങ്ങാനും വീട് പോയി കഴിഞ്ഞാൽ പിന്നെ പൊക്കിയെടുക്കാൻ വല്ല പറ്റുമോ ചതുപ്പിനകത്ത്. എന്നിട്ട് ഞാൻ അവിടെ പയ്യെ ഇങ്ങനെ മരത്തിന്റെ കമ്പയിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന വീഡിയോ ഇങ്ങനെ പിടിച്ച് അവിടെ തന്നെ നിൽക്കുക. അനങ്ങാതെ കേറിയില്ല, ഒന്നും ചെയ്യില്ല. ബാക്കിയുള്ളവരെല്ലാരും മരത്തെ കയറി, ഞാൻ മാത്രം കേറിയില്ല പേടിച്ചിട്ട്. അതിന്റെ യാത്രാക്കുറിപ്പാണിത്. 9ലെ ടൂറ് ഊട്ടി, കൊടൈക്കനാൽ എക്സെട്ര. ബാക്കി മറന്നുപോയി കാണും. അതുകൊണ്ട് ആരെയും ബിസ്മി ആയിരുന്നു എന്റെ ഇവിടുത്തെ. അവരിതൊക്കെ കാണുന്നുണ്ട്, ഓർക്കുന്നുണ്ട് ഇതൊക്കെ. ലവ്ലി മൊമെന്റ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ലവ്ലി മൊമെന്റ്സ്. ഓക്കെ, ഞാൻ നോക്കട്ടെ, ഇതന്നെ എഴുതി വെച്ചാൽ നോക്കട്ടെ. പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇപ്പൊ വായിക്കുമ്പോ എനിക്ക് എന്തൊക്കെ ഓർമ്മ. പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ടീച്ചർമാരുടെ നേതൃത്വത്തിൽ 5:30 ഞങ്ങൾ ബസ്സിനുള്ളിൽ കയറിയ പാടെ സീറ്റ് പിടിക്കാനുള്ള തത്രപ്പാടിലായി കുട്ടികൾ. മാതാപിതാക്കൾക്ക് യാത്ര പറഞ്ഞ ശേഷം ചെറിയൊരു പ്രാർത്ഥനയോടെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. അപ്പൊ മധുരൈ, കൊടൈക്കനാൽ, പളനി എന്നീ സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. മാത്യു സാറിന്റെ നേതൃത്വത്തിലുള്ള യാത്രയിൽ ജോസ്ലിൻ സിസ്റ്ററും സുദീപ സിസ്റ്ററും ജോർജ് സാറും ബാബു സാറും കൂടി പങ്കാളിത്തം വഹിച്ചപ്പോൾ യാത്ര കൂടുതൽ ആസ്വാദകരമായി. നിരുത്സാഹരായിരുന്നു ഞങ്ങളെ ഉഷാറാക്കാൻ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ചൂട് ചായയും കേക്കും സഹായിച്ചു. ചായ കപ്പെടുത്തു കൊടുക്കുന്ന തിരക്കിൽ കേക്ക് എടുക്കാൻ ഞങ്ങളും തരാൻ സാറ് മറന്നു. നേരായിട്ട് അത് ഞങ്ങൾക്ക് കിട്ടാതെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കേക്ക് കിട്ടിയില്ല, എല്ലാവർക്കും എടുത്തു കൊടുത്തോണ്ടിരിക്കുകയാണ് ഞങ്ങളപ്പം. നോക്കാം, പാവം ഞാനും ബിസ്മിയും 2 കപ്പ് ചായയിൽ ഞങ്ങളുടെ ക്ഷീണം ഒതുക്കി. പാവം ഞാനും ബിസ്മിയും. ഓക്കെ, എങ്കിലും ഞങ്ങൾ ഉഷാറായിരുന്നു. പോകും വഴി പച്ച പരവതാനി വിരിച്ച മലകളും തേയിലത്തോട്ടങ്ങളും ഞങ്ങളുടെ കണ്ണുകൾക്ക് കുളിർമയേകി. പാവം കൊണ്ട് ഊട്ടി എന്നറിയപ്പെടുന്ന കുട്ടിക്കാനത്ത് കുട്ടിക്കാനൊക്കെ പോയല്ലേ 8:30 ഞങ്ങൾ എത്തി. തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട പട്ടുമല പള്ളി. ഓക്കെ, അത് ഞാൻ ഓർക്കണം. അവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് എന്റെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഇടാം, അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. മനോഹരമായ കാഴ്ച. പടിക്കെട്ടുകളിൽ വരിയായിരുന്നു ഞങ്ങളെ മാത്യു സാറും ജോർജ് സാറും ബാബു സാറും ക്യാമറയിൽ മാറി മാറി പകർത്തിക്കൊണ്ടേയിരുന്നു. തണുപ്പിനെ കടിൽ ചമർത്തി തേയില നുള്ളാൻ എത്തിയിരിക്കുന്ന തേയില തൊഴിലാളികൾ. വഴിനീളയുള്ള പച്ച വിരിപ്പുകൾ ആസ്വദിച്ച് വണ്ടിപ്പെരിയാർ വഴി ഞങ്ങൾ കുമളിയിലേക്ക് യാത്ര തുടർന്നു. 9:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടലിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. ഇതിന്റെ ബാക്കി എവിടെ? അതിന്റെ ബാക്കി ഇല്ലെന്ന് തോന്നുന്നു. അത്ര എഴുതിയത് എനിക്ക് മടുത്താണ്. ഓക്കെ, നെക്സ്റ്റ് എന്നാ നമുക്ക് നോക്കാവേ. ഇതും 10 റഫ് ബുക്കാണെന്ന് തോന്നുന്നു കേട്ടോ. റോൾ നമ്പർ 1 ആയിരുന്നു ഞാൻ. വർക്ക്ഷീറ്റ്, IT വർക്ക്ഷീറ്റ്. നോക്കട്ടെ. ക്രിയേറ്റിംഗ് ലോഗോ, മേക്കിംഗ് പിക്ചേഴ്സ്. അന്നത്തെ എന്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കി. ഇപ്പത്തെ എന്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കി. ക്രിയേറ്റിംഗ് ഡേറ്റ ഫോം. എന്ത് എളുപ്പമുള്ള സംഭവമായിരുന്നു. പുറകിൽ ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബ്രസീൽ വേഴ്സസ് ക്രൊയേഷ്യ. കണ്ടത് പൊന്നു. മഴയോ അതോ വണ്ടിയോ അതോ കാറ്റോ ആണോ? മഴ മാത്രം മതിയായിരുന്നു. മഴയിൽ കുളിരൊഴുകം നേരം.